നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 9:30 പാഴിയോട്ടുമുറി സെന്ററിൽ വെച്ചാണ് അപകടമുണ്ടായത്. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഡേവിസിനെ പുറകിലൂടെ വന്ന ഗുഡ്സ് വാൻ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡേവിസിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനമാണ് ഇടിച്ചത്. എടപ്പാളിൽ കാർ പിന്നോട്ട് എടുക്കുന്നതിനിടയിൽ ദേഹത്ത് കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. എടപ്പാൾ മടത്തിൽ വീട്ടിൽ ജാബിർ സജന ദമ്പതികളുടെ മകൾ 4 വയസ്സുള്ള അമ്രു ബിൻത് ആണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 11:30 എടപ്പാൾ ഹൈസ്കൂളിന് സമീപത്തെ വീട്ടിലാണ് ദാരുണമായ അപകടം നടന്നത്. മടത്തിൽ വളപ്പിൽ ഷാഹിറിന്റെ മകൾ അലിയ, 46 വയസ്സുള്ള സിത്താര, 61 വയസ്സുള്ള സുബൈദ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അലിയയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബന്ധുക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരുടെ വീട്ടിൽ നിർത്തിയിട്ട ഹുണ്ടായി ഓട്ടോമാറ്റിക് കാർ സ്റ്റാർട്ട് ചെയ്തതോടെ പെട്ടെന്ന് പിറകോട്ടിറങ്ങി മതിലിൽ ഇടിക്കുകയായിരുന്നു. കാറിന് പുറകിൽ നിന്നിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ അമ്രു ബിന്ദിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചമ്മന്നൂർ ലവ് ലാബ് മോണ്ടിസോറി സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ് മരിച്ച അമ്രു ബിന്ദ്. വരവൂർ തളിയിലെ അറവു മാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി. പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ച അറവുമാലിന്യ സംഭരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളായ വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി പ്രദേശത്ത് സംഘടിച്ചെത്തുകയായിരുന്നു. പ്ലാന്റിലേക്ക് അറവുമാലിന്യവുമായി വരുന്ന വാഹനം തടയുകയെന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ റോഡിൽ നിലയുറപ്പിച്ചു. ഇതിനിടയിൽ എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. വീട്ടമ്മമാർ പോലീസുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സംഘർഷമുണ്ടാകുകയായിരുന്നു. പരാതി ഉന്നയിക്കാൻ എത്തിയ നാട്ടുകാരെ പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ച് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ലാത്തി കൊണ്ടുള്ള പ്രഹരമേറ്റ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കുപറ്റി. പ്രകോപിതരായ നാട്ടുകാർ പോലീസ് വാഹനം തടയുകയും പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പിന്നീട് സമരസമിതി നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പോലീസ് അകാരണമായി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ഏകപക്ഷീയമായ പോലീസ് നടപടിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇൻസ്പെക്ടർ അശ്വിനിക്കുമെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്നും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വലിയ നോമ്പിന്റെ ഭാഗമായി ഓശാന ഞായറിന്റെ തലേ ദിവസമായ ശനിയാഴ്ച ലാസറിനെ ഊർപ്പിച്ച ദിവസത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ കൊഴുക്കട്ട പലഹാരം ഉണ്ടാക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് വീടുകളിൽ ഉണ്ടാക്കുക. പലഹാരത്തിനു പിന്നിലെ ഐതിഹ്യങ്ങളേറെയാണ്. പെസഹയ്ക്ക് മുമ്പ് യേശു ഭക്ഷിച്ച വലിയ വിരുന്നായും കല്ലറയിൽ മരിച്ചു കിടന്നിരുന്ന ലാസറിനെ ഊർപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കിയുമാണ് നോമ്പിന്റെ 41-ാം ദിവസം കൊഴുക്കട്ട ശനിയാഴ്ചയായി ക്രൈസ്തവർ ആചരിക്കുന്നത്. ലാസറിനെ ഊർപ്പിച്ചതിന്റെ സന്തോഷം അറിയിക്കുന്നതിനാണ് മധുരം നിറച്ച പലഹാരം ഉണ്ടാക്കുന്നതെന്നും പഴമക്കാർ പറയുന്നു. അരിമാവ് കുഴച്ച് കല്ലറയുടെ ആകൃതിയിലാക്കി അതിൽ ചിരകിയ തേങ്ങ, പഞ്ചസാര, ശർക്കര എന്നിവ ചേർത്താണ് കൊഴുക്കട്ടയുണ്ടാക്കുന്നത്. വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള പെത്രാത്തോ ഞായറാഴ്ച കള്ളപ്പം, പാതി നോമ്പ് ദിവസം ഇണ്ടേറിയപ്പം, പെസഹ ദിവസം പാൽക്കുറുക്ക് എന്നിവയും നോമ്പിനോടനുബന്ധിച്ച് ഉണ്ടാക്കുന്നവയാണ്. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി നടത്തിവരുന്ന ദേവസ്വം പ്രീമിയർ ലീഗ് 3-ാം സീസൺ വിജയകരമായി അവസാനിച്ചു. 5 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ദേവസ്വത്തിലെ ജീവനക്കാരായ കളിക്കാരെ IPL മാതൃകയിൽ
ലേല അടിസ്ഥാനത്തിലാണ് ടീമുകൾ തെരഞ്ഞെടുക്കുക. ടൂർണമെന്റിൽ വിജയികൾക്ക് ലഭിക്കുന്ന 10,000 രൂപയും ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം സ്പോൺസർ ചെയ്യുന്ന ട്രോഫിയും ടീം മാസ്റ്റേഴ്സ് GCC നേടി. റോയൽ ആർമീസ് GVR ആയിരുന്നു ഫൈനലിൽ എതിരാളികൾ. 3, 4, 5 സ്ഥാനങ്ങളിൽ സ്പാർട്ടൻസ് GVR, കിങ്സ് GVR, സ്ട്രൈക്സ് GVR എന്നീ ടീമുകളെത്തി. ഫൈനലിൽ മാസ്റ്റേഴ്സ് GCC 8 ഓവറിൽ 128 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ആംസ് GVRന് 96 റൺസാണ് നേടാനായത്. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി മാസ്റ്റേഴ്സ് GCCയുടെ ക്യാപ്റ്റൻ ഹരിപ്രസാദും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി റോയൽ ആംസിന്റെ സുധീഷും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ബാറ്ററായി മാസ്റ്റേഴ്സ് GCCയുടെ വിജീഷും, മികച്ച ബൗളറായി മാസ്റ്റേഴ്സിന്റെ ഷിത്തുലാലും, മികച്ച ഫീൽഡറായി കിങ്സ് GVRന്റെ പ്രേംജിത്തും, മികച്ച വിക്കറ്റ് കീപ്പറായി മാസ്റ്റേഴ്സ് GCCയുടെ വിജീഷും, എമർജിംഗ് പ്ലെയറായി സ്പാർട്ടൻസ് GVRന്റെ കശ്യപ് കൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ജില്ലാ സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹി ഇ സുമേഷ്, ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് നാരായണൻ ഉണ്ണി എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ നൽകി. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മണത്തല മുദ്രീസ് ഐദമി അബ്ദുൽ ലത്തീഫ് പ്രാർത്ഥന നടത്തി. മണത്തല പള്ളി മദ്രസ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖല, മണത്തല, തിരുവത്ര, ബീച്ച്, എടക്കഴിയൂർ, കടപ്പുറം, ഒരുമനയൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള മഹല്ല് വിശ്വാസികളടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. കിഴക്കൻ മേഖല റാലി പാലയൂരിൽ നിന്നും പുറപ്പെട്ട് തെക്കേ ബൈപ്പാസ് വഴി നഗരമധ്യത്തിലെത്തി പടിഞ്ഞാറൻ മേഖല റാലിയിൽ ചേർന്നു. പിന്നീട് കിഴക്കേ ബൈപ്പാസ് വഴി വടക്കേ ബൈപ്പാസിലൂടെ താലൂക്ക് ഓഫീസ് പരിസരത്ത് ചേരുകയായിരുന്നു. തുടർന്നുള്ള യോഗത്തിൽ മണത്തല ജുമാഅത്ത് ബാദുഷ തങ്ങൾ പ്രാർത്ഥന നടത്തി. കേരള ജമാഅത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണത്തല മഹൽ പ്രസിഡന്റും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ PK ഇസ്മായി അധ്യക്ഷത വഹിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം, സുലൈമാൻ അസ്ഹരി, CH റഷീദ്, നൌഷാദ് അഹമ്മു, അബ്ദുൽ ലത്തീഫ് ഹൈദമി, KM ഉമ്മർ ഫൈസി, ഷിഹാബ് ബാഖവി, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള നിയമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി കേരളീയ ജനസമൂഹം വഖഫ് ഭേദഗതിക്കെതിരെ രംഗത്തിറങ്ങുമെന്നും പ്രഖ്യാപിച്ചു. 30-ലധികം മഹല്ലുകളിൽ നിന്നുള്ള വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. ഞാൻ മരിച്ചുപോയാലും എനിക്ക് ശേഷം ഈ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്തു പോകുന്ന ഒരു സ്വത്താണ് വഖഫ്. അതിൽ നിന്ന് എന്റെ അനന്തരവാസികൾക്ക് അവകാശമില്ല, എന്റെ കുടുംബങ്ങൾക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. അത് പരിപൂർണമായി ലോകം അവസാനിക്കുന്നത് വരെ എന്തിനു വേണ്ടിയാണോ ഞാൻ വഖഫ് ചെയ്തത് അതിനുവേണ്ടി നിലകൊള്ളും. അതിന്റെ പരിരക്ഷയായിരുന്നു നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ. അതെല്ലാമാണ് കാറ്റിൽ പറഞ്ഞത്. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് കൃഷിയാണ് ലഹരി, സേ നോ ടു ഡ്രഗ്സ് കൃഷിഭവൻ യുവതാത്തോട്ടം GMLP സ്കൂൾ PTA നേതൃത്വത്തിൽ ആരംഭിച്ചു. വാർഡ് മെമ്പർ MK അർഫാത്ത്, പ്രധാനാധ്യാപിക ഷെഫി ആൻസ്, PTA പ്രസിഡന്റ് അഷ്റഫ്, MPTA അജില ദിനേശ്, ഹൈറുനിസ, കൃഷി അസിസ്റ്റന്റ് M സിജിമോൻ, യമുന ടീച്ചർ, സജിത ടീച്ചർ, ശ്രുതി, മുബീന, ഷാമില, സഫൂറ, അജിത, ശ്രുതി, ജിതേഷ് എന്നിവർ നേതൃത്വം നൽകി. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിലെ ബ്ലാങ്ങാട് ബീച്ച്, പുത്തൻ കടപ്പുറം, ചെങ്കോട്ട ബീച്ച് എന്നീ 3 ബീച്ചുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ചു ഹരിത കർമ്മസേനയ്ക്ക് കൈമാറി. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മത്സ്യത്തൊഴിലാളികൾ, വാർഡ് കൗൺസിലർമാരായ PK കബീർ, ഗിരിജ പ്രസാദ്, ഫിഷറീസ് ഉദ്യോഗസ്ഥർ, കോസ്റ്റൽ പോലീസ് പ്രതിനിധി, ബ്ലാങ്ങാട് ബീച്ച് ലവേഴ്സ് ക്ലബ് വോളണ്ടിയർമാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, ചാവക്കാട് കരാട്ടെ സ്കൂൾ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ ആർ നായർ സ്വാഗതം പറഞ്ഞു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബീച്ചിൽ ഒരു ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പ്ലാസ്റ്റിക്, ചെരുപ്പ്, തെർമോക്കോൾ എന്നിവയടക്കം ചാവക്കാട് ബീച്ചിൽ നിന്നും 500 കിലോഗ്രാമോളം മാലിന്യം നീക്കം ചെയ്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദരതീരം 2ാം ഘട്ടം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അഴിമുഖം മുതൽ മുനയ്ക്കക്കടവ് വരെ വൃത്തിയാക്കുന്നതിന്റെ ഉദ്ഘാടനം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സമീറ ഷെരീഫ്, ഫിഷറീസ് ഉദ്യോഗസ്ഥൻ സുലൈമാൻ, കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഓഫീസർ മിനി, ഹരിത കർമ്മസേന അംഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.
സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ പഠനം കൂടി കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ കടവല്ലൂർ പരുവക്കുന്ന് നൂറുൽ ഹുദ മദ്രസയിൽ പ്രവേശനോത്സവം നടത്തി. സദർ മുവല്ലിം അബ്ദുൾ റഹ്മാൻ ബാഖവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുലൈമാൻ അസ്ഹരി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് CK സുലൈമാൻ, സെക്രട്ടറി VK ഷെഫീഖ്, അബ്ദുൾ ഹമീദ് ബാഖവി എന്നിവർ സംസാരിച്ചു. മുൻ മഹൽ പ്രസിഡന്റ് P ഹംസ മാസ്റ്റർ മദ്രസ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ഖുർആൻ വിതരണം നടത്തുകയും ചെയ്തു. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.